ഹലോ, ഒരു സാറ്റർഡേ മിനി വ്ളോഗ് കണ്ടാലോ നമുക്ക്? ജിമ്മിൽ പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു കേട്ടോ. പിന്നെ 21 ഡേയ്സ് ചാലഞ്ച് എടുത്തതിൻ്റെ ഭാഗമായ ഒരു 13 ഡേയ്സ് എങ്കിലും ടിക്ക് വേണ്ടേ, അതുകൊണ്ട് മാത്രം എന്നെ തന്നെ പുഷ് ചെയ്ത് ഞാൻ പറഞ്ഞു വിട്ടു. പോയി കഴിഞ്ഞപ്പോൾ സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്തൊരു എഫേർട്സിന് കുഞ്ഞു റിവാർഡും കൂടി. അതിന് ശേഷം ഡിന്നർ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കുളിച്ച് വന്നപ്പോൾ ഒരു ഗ്രീൻ ടീ കുടിക്കണം എന്നൊരു തോന്നൽ. അപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കി ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് ഒരു ബുക്ക് വായിക്കുമായിരുന്നു. കറൻ്റ്ലി വായിക്കുന്ന ബുക്കാണ് വൈറ്റ് ആസ് മിൽക്ക് ആൻഡ് റൈസ്. നമുക്ക് ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളെത്ര പ്രിവിലേജ്ഡ് ആണെന്ന് തോന്നില്ലേ, അങ്ങനെ ഒരു ബുക്കാണിത്. 45% വായിച്ച് തീർത്തിട്ടുള്ളൂ. മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. അതിനുശേഷം കുറച്ചധികം എൻ്റർടൈൻമെൻറ്റ് ടൈമായിരുന്നു. റീൽസും യൂട്യൂബ് വീഡിയോസും ഇതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. അതിനുശേഷം കിടക്കാൻ സമയമായപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ജേർണലിങ്ങിന് വേണ്ടിയിരുന്നു. ഞാനിപ്പോൾ ജേർണലിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. ടു ഡു ലിസ്റ്റും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങുമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നാളെ സൺഡേ ആയതുകൊണ്ടും കൂടുതൽ സമയം മൊബൈൽ നോക്കിയിരിക്കാവുന്ന ടെൻഡൻസി കൂടുന്നതുകൊണ്ടും ടു ഡു ലിസ്റ്റ് വിൽ ആക്ട് ലൈക്ക് എ റിമൈൻഡർ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റിമൈൻഡറായി അത് വർക്ക് ചെയ്യും. ഞാൻ ഡെയിലി ടു ഡു ലിസ്റ്റും വീക്ക്ലി ടു ഡു ലിസ്റ്റും കൂടി ചെയ്യാറുണ്ട്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വീക്ക്ലി ടു ഡു ലിസ്റ്റ് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ ചെയ്ത് തീർത്തു എന്നുള്ളത് റിവ്യൂവും കൂടി ചെയ്യും. അപ്പോൾ വീക്ക്ലി റിവ്യൂ ചെയ്യുമ്പോൾ കൂടുതൽ ടിക്സ് കാണുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു അത്. അതിനുശേഷം ബുക്ക് വായിച്ചുകൊണ്ട് കിടന്നുറങ്ങും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.